നമസ്കാരം. ലോകം ഉറ്റുനോക്കിയിരുന്ന ഇറാൻ അമേരിക്ക ചർച്ച ഇന്നലെ ഒമാനിൽ വെച്ച് നടന്നു. എന്തായാലും ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം ചില ആളുകളൊക്കെ വല്ലാത്ത നിരാശയിലാണ്. ചില ആളുകളാകട്ടെ അവർ ഇവിടെ ആശ്വാസത്തിന്റെ നെടുവീർപ്പിടുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലുള്ള ആളുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൽക്കാലം മുഖം രക്ഷിച്ചതിന്റെ ആശ്വാസത്തിലാണ്, തടി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ്. ഇതൊക്കെ അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ മുഖവും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇവിടെ എല്ലാം ഇറാൻ തീരുമാനിച്ചതുപോലെ നടന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഇറാൻ അമേരിക്ക ചർച്ച അത് ആദ്യം തീരുമാനിച്ചത് തുർക്കിയിൽ വെച്ചായിരുന്നു. തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ ഈ ചർച്ചയെ വിശേഷിപ്പിച്ചത് ത്രിരാഷ്ട്ര ഉച്ചകോടി എന്നാണ്. ട്രംപുമായി ഞാൻ സംസാരിച്ചു, അതുപോലെ തന്നെ ഇറാനുമായും സംസാരിച്ചു. ഇരു കൂട്ടരും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന് ആദ്യം പറഞ്ഞത് റജബ് തയ്യിബ് എർദോഗാനാണ്. തുർക്കിയിലെ ഇസ്താംബൂളിൽ വെച്ച് ചർച്ച നടത്താൻ തീരുമാനിച്ചു. എന്നാൽ ഇറാൻ അവസാന നിമിഷം ഇസ്താംബൂളിൽ വെച്ച് നടത്തുന്ന ചർച്ചയിൽ നിന്ന് പിന്മാറി. അമേരിക്കയുമായി അടുത്ത ബന്ധമുള്ള രാജ്യമാണ് തുർക്കി, അതുപോലെ തന്നെ ഒരു നാറ്റോ രാജ്യമാണ്. അതുകൊണ്ട് തുർക്കിയിൽ വെച്ച് നടത്തുന്നത്ര സേഫ് അല്ല എന്ന് ഇറാന് തോന്നിക്കാണും. അവസാന നിമിഷം ഇറാൻ പറഞ്ഞു ചർച്ചയൊക്കെ ആകാം, അത് നമുക്ക് ഒമാനിൽ വെച്ച് നടത്താം എന്ന് പറഞ്ഞു. അമേരിക്ക ആദ്യം സമ്മതം അറിയിച്ചില്ല, സന്നദ്ധരായിരുന്നില്ല. അവസാനം അമേരിക്ക ഞങ്ങൾ തയ്യാറാണ് എന്ന് അറിയിച്ചു. അപ്പോൾ തന്നെ അമേരിക്ക പരാജയപ്പെട്ടു, അമേരിക്ക കീഴടങ്ങി എന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി. ഇസ്രായേലിലൂടെ ആദ്യം അമേരിക്കയുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഈ ചർച്ചയ്ക്ക് തയ്യാറായതിൽ ഇസ്രായേലിന് അതൃപ്തി ഉണ്ടായിരുന്നു. പിന്നീട് ആലോചിച്ചപ്പോൾ ഇസ്രായേലിന് ഈ ചർച്ച നടന്നത് നല്ല കാര്യമാണ് എന്ന് തോന്നുകയും ചെയ്തു. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്ക ഇറാനെ തൊട്ടാൽ ഇറാൻ ആദ്യം തിരിച്ചടിക്കുന്നത് ഇസ്രായേലിലേക്കായിരിക്കും. ആ ഒരു തിരിച്ചടി അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നേരത്തെ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ മിസൈലുകൾ വന്ന് പതിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ വന്നപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച തന്നെയാണ് നല്ലത് എന്ന് തോന്നി. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹാരമായി എന്ന വാർത്തകൾ പുറത്തു വന്നതോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ വലിയ ആശ്വാസത്തിലാണ്. ആശ്വാസത്തിന്റെ നെടുവീർപ്പിടുന്ന ശബ്ദം നമുക്ക് ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും കേൾക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ മുഖഭാവം, ബോഡി ലാംഗ്വേജ് ഒക്കെ അത്തരത്തിലുള്ളതാണ്. ആ വലിയ അഹങ്കാരമൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. ഇറാന് മുന്നിൽ ആ അഹങ്കാരമൊക്കെ തകർന്നടിഞ്ഞതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചിലരൊക്കെ വലിയ ആശ്വാസത്തിലാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മുഖം രക്ഷിച്ചതിന്റെ അല്ലെങ്കിൽ തടി കേടാകാതെ രക്ഷപ്പെട്ടതിന്റെ ഒരു ആശ്വാസം അദ്ദേഹത്തിന്റെ മുഖത്തും കാണാം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിച്ച രാജ്യം ഇറാനാണ്. അതിനു മുമ്പ് ആരും പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു ഒരു നല്ല തുടക്കമാണ്, ചർച്ച പോസിറ്റീവായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇറാന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇറാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അമേരിക്ക പ്രതികരിക്കാൻ വൈകിയത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാൻ ഉദ്ദേശമില്ല, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറില്ല, അത്തരത്തിലുള്ള ചർച്ച അതൊരിക്കലും ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം ന്യൂക്ലിയർ ടോക്ക് ആകാം, ആണവായുധം എന്നുള്ളത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രധാനപ്പെട്ടതല്ല, മതപരമായി നോക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന് പുറകെ പോകാൻ താല്പര്യമില്ല, പക്ഷെ ആണവോർജം അത് രാജ്യത്തിന് അത്യാവശ്യമാണ് എന്ന ഒരു കാര്യം ഇറാൻ വ്യക്തമാക്കിയിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് കുറയ്ക്കാം, അത് നിർത്തിവെക്കാനൊന്നും കഴിയില്ല. അതേസമയം ആണവായുധത്തിന് പുറകെ പോവുകയുമില്ല. അങ്ങനെ തോത് കുറക്കണമെങ്കിൽ ഞങ്ങൾക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ള ഉപരോധങ്ങളൊക്കെ നിങ്ങൾ പിൻവലിക്കണം എന്ന ഒരു കാര്യം ഇറാൻ വ്യക്തമായി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. എന്തായാലും ഇറാൻ ഈ ഒരു നിലപാട് സ്വീകരിച്ചതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ പറയാൻ കഴിയാതെ അവർ വല്ലാതെ വിഷമിച്ചു. ഏറ്റവും അവസാനം അമേരിക്കയുടെ മുഖം രക്ഷിക്കും വിധത്തിൽ ഇറാൻ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച അവർക്ക് പോസിറ്റീവായിരുന്നു. അവർക്ക് അങ്ങനെയാണ് തോന്നിയത്. അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു വേദി ഉണ്ടായി, ഒരു അവസരം ഉണ്ടായി. അത് അവർ ആഗ്രഹിച്ച സ്ഥലത്ത് ആഗ്രഹിച്ച സമയത്തുണ്ടായി. ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന കാര്യം ഇറാൻ നേരത്തെ പറഞ്ഞതാണ്. അതിനാവശ്യമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത് എന്ന കാര്യവും ഇറാൻ പറഞ്ഞിരുന്നു. എന്തായാലും ഇറാന്റെ പ്രതികരണത്തിന് മുമ്പ് അമേരിക്ക മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു നീക്കം കൂടെ നടത്തി. അതായത് ഉപരോധങ്ങൾ ശക്തിപ്പെടുത്തി. അതിന് അവർ പറഞ്ഞ ഒരു കാര്യം, ഇവിടെ വിദേശത്ത് അസ്ഥിരപ്പെടുത്തുന്ന ചില പ്രവർത്തനങ്ങളിൽ ഇറാൻ ഏർപ്പെടുന്നു. ഈ എണ്ണ കയറ്റുമതിയിലൂടെയുള്ള വരുമാനമാണ് അതിന് ഉപയോഗിക്കുന്നത്. അതേസമയം സ്വദേശത്തുള്ള പ്രക്ഷോഭങ്ങൾ ഇവിടെ ഇറാൻ അടിച്ചമർത്തുന്നു. അതിനവർ ഈ വരുമാനം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഉപരോധം തുടരും. അതേസമയം നയതന്ത്ര ഇടപെടലുകൾ ഒരു ഭാഗത്ത് അതും നടക്കും എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രതികരണം. അത് അവസാനമാണ് അമേരിക്ക അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ആദ്യം ഒന്നും പറഞ്ഞിരുന്നില്ല, ഉപരോധം അത് ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്.
എന്നാൽ ആ സമയത്താണ് ഇറാൻ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയത്. അപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് ഇത് പറയാതിരിക്കാൻ വഴികളില്ല. അമേരിക്ക അക്കാര്യം വ്യക്തമായി പറഞ്ഞു. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വലിയ ആശ്വാസത്തിലാണ്. അവരുടെ വലിയ പടക്കപ്പലുകളൊക്കെ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നു, ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ യുദ്ധം തുടങ്ങാം, ഇറാനെ ആക്രമിക്കാം, ഇസ്രായേലിന് രണ്ടെണ്ണം കിട്ടിയാലും വേണ്ടില്ല, തുടങ്ങാം എന്നൊക്കെ ട്രംപിനൊരു ആഗ്രഹമുണ്ടായിരുന്നു. ആ സമയത്താണ് റഷ്യയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. അതായത് ഇറാനെ ആക്രമിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള തുടക്കമാകും എന്നതായിരുന്നു റഷ്യയുടെ ഏറ്റവും അവസാനത്തെ പ്രതികരണം. അത് വന്നതോടുകൂടി അമേരിക്ക ഒന്ന് പരുങ്ങി. എന്നാൽ തൊട്ടടുത്ത സമയത്ത് തന്നെ ചൈനയുടെ ഒരു ഇടപെടൽ ഉണ്ടായി. അക്കാര്യം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ, ഈ ബോംബർ വിമാനങ്ങൾ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ആക്രമണം നടത്താൻ കഴിവുള്ളവയാണ് എന്ന വാർത്തകൾ നേരത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള വിമാനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ചൈന ഇറാന് കൈമാറി എന്ന ഒരു വാർത്ത പുറത്തു വന്നു. ഈ സമയത്ത് ട്രംപ് ചൈന പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ചു. അതായത് ഇറാനെ ഒറ്റപ്പെടുത്തണം, അത് വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ചൈനീസ് പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ചത്. എന്നാൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ വന്നതോടു കൂടിയാണ് അമേരിക്ക ചർച്ചയ്ക്ക് നിർബന്ധിതരായത്. തുർക്കിയിൽ വെച്ച് തന്നെ ചർച്ച നടത്തണം എന്ന് അമേരിക്ക വാശി പിടിച്ചെങ്കിലും ഇറാൻ ആവശ്യപ്പെട്ടതുപോലെ ഒമാനിലേക്ക് ചർച്ചയ്ക്ക് വരാൻ അമേരിക്ക പിന്നീട് തയ്യാറായി. അതൊക്കെ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ഇടപെടലിനെ തുടർന്നാണ്. ഏറ്റവും അവസാനം സൗദി അറേബ്യ പോലും അവരുടെ ബേസുകൾ അമേരിക്കക്ക് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ, അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ അറ്റാക്ക് സൗദിയിലേക്ക് ഉണ്ടായാൽ ബേസുകൾ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകേണ്ടി വരും, ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്നൊരു പ്രതികരണം സൗദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും അമേരിക്കക്ക് ഇറാനെ ആക്രമിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. അതിന്റെ ഒരു കാരണം റഷ്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും ഒക്കെ ഇടപെടലായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഒമാനിലെങ്കിൽ ഒമാൻ ചർച്ചക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് അമേരിക്ക അറിയിച്ചത്. എന്തായാലും ഈ ചർച്ച ഇറാനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിരുന്നു. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇറാൻ തുടരുമെന്ന് തന്നെയാണ്. ഇറാനിലെ ഒരു മതപുരോഹിതൻ ഇന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം കൂടെ നടത്തിയിട്ടുണ്ട്. അതായത് യുറേനിയം സമ്പുഷ്ടീകരണം അത് നിർത്തലാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും, അതേസമയം ആണവായുധത്തിന്റെ പുറകെ പോകാൻ ഞങ്ങളുടെ മതം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് അതിന് പുറകെ പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ മറ്റുള്ള ഞങ്ങളുടെ എല്ലാ പദ്ധതികളും അത് അതേ രീതിയിൽ തന്നെ തുടരും എന്ന കാര്യം ഇറാനിലെ ഒരു മതപുരോഹിതനും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇറാൻ പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചർച്ച ഇറാനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. എന്നാൽ അമേരിക്കക്ക് അത് പറയാൻ കുറച്ച് വിഷമമുണ്ടായി. അമേരിക്ക ആദ്യം ഉപരോധം കൊണ്ടുവന്ന് ഇറാൻ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയില്ലല്ലോ, ഉപരോധം കൊണ്ടുവന്ന് മുഖം രക്ഷിക്കാൻ നോക്കി. എന്നാൽ ഇറാൻ ഇത് പോസിറ്റീവാണെന്ന് പറഞ്ഞതോടുകൂടി അമേരിക്ക അവരുടെ തന്ത്രം മാറ്റി. അതായത് ഉപരോധം ഒരു ഭാഗത്ത് ഞങ്ങൾ തുടരും, അതുപോലെ തന്നെ ചർച്ചയും ഞങ്ങൾ തുടരും എന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്കക്ക് മാറേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം.